നമസ്കാരം, എല്ലാവർക്കും ജെറാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആപ്പിൾ കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണ് ആപ്പിൾ ഹൽവ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഇതുപോലെ സ്കിന്ന് പീൽ ചെയ്ത് കളയണം. പീൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ പീൽ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് വളരെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 4 ആപ്പിളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെള്ളമെല്ലാം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റാം. അപ്പം ഞാനിവിടെ 4 ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല മധുരമുള്ള ആപ്പിളാണ്. അതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. ആപ്പിളാണ് എടുക്കുന്നത്, അതിൽ ഡിപ്പെൻഡ് ചെയ്യും പഞ്ചസാരയുടെ അളവ്. പുളിയുള്ള ആപ്പിളാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത ആപ്പിളിൻ്റെ അളവിന് അനുസരിച്ച് 1/2 കപ്പ് പഞ്ചസാര. ഇനി പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇത് പഞ്ചസാര അലിഞ്ഞ് വരുമ്പോൾ ഒരു കുറച്ച് ലിക്വിഡ് പരുവത്തിലാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക. കയ്യിലൊക്കെ കുറച്ച് തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീളമുള്ള തവിയൊക്കെ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഞാനിവിടെ ഒരു അല്പം കേസർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, അത് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം.
ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ആപ്പിൾ ഹൽവ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. എനിക്ക് ഫീഡ്ബാക്ക് തരിക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ജെറാനാസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു. ബൈ ബൈ.